ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ വീട്ടിലേക്കുള്ള കമ്പ്യൂട്ടർ, ലാപ്ടോപ്പുകളൊക്കെ നമുക്ക് ആൻഡ്രോയിഡ് ടി വി ആക്കി എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആൻഡ്രോയിഡ് ടി വി മാത്രമല്ല, ആൻഡ്രോയിഡിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതിൽ വർക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ USB ബൂട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 2 സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഈ 2 സോഫ്റ്റ്വെയറിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം. അതേപോലെ ഇത് നമ്മൾ വിൻഡോസ് 7 വിൻഡോസ് 10 ഒക്കെ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കൺട്രോൾ F12 അടിച്ചിട്ടാണ് നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മുടെ കയ്യിലൊരു 16 GB അല്ലെങ്കിൽ മിനിമം 16 GB ഉള്ളൊരു പെൻ ഡ്രൈവ്, USB ഡ്രൈവ് നമ്മൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണിക്കും നിങ്ങളെ GB. എന്നിട്ട് നേരെ അതിലേക്ക് ഫയൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ടാവും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു USB ഡ്രൈവ് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഒരു 16 GB ഏതെങ്കിലും ഒരു USB ഇതേപോലത്തെ ഡ്രൈവ് നമ്മൾ ഇതിൽ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്താൽ തന്നെ അവിടെ മുകൾ ഭാഗത്ത് ആ ബ്ലാങ്കായി കിടക്കുന്ന ഭാഗമല്ലേ, അവിടെ ജസ്റ്റ് ക്ലിയറായി വരും. ഓണായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അവിടെ ഇപ്പോൾ നമ്മൾ GB കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അതിൽ നേരെ അപ്പുറത്ത് തന്നെ ആ ഫയലിൽ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ ഓപ്പൺ ആവും. അപ്പോൾ ഇപ്പോൾ ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ടി വിൻ്റെ OS വെർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഫോർമാറ്റ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. എല്ലാം ഓക്കെ കൊടുക്കുക, വീണ്ടും ഓക്കെ കൊടുക്കുക. ഇപ്പോൾ റൈറ്റ് ആണെന്ന് കാണാൻ പറ്റും. ഇവിടെയും ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇത് ഫോർമാറ്റ് ആവും എന്നാണ് പറയുന്നത്, കുഴപ്പമില്ല. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ഫയൽ അവിടെ എന്താണ് പിന്നെ ഇതിലേക്ക് നമ്മളെ USB റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റൈറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ റൈറ്റിങ് കഴിയാനായിട്ടുണ്ട്. ഏകദേശം അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. തീർച്ചയായും വലിയൊരു ആപ്ലിക്കേഷൻ ആണല്ലോ ഇതിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ടൈമിംഗ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ആയിരിക്കും ഇത് റൈറ്റ് ആകുന്നുണ്ടാകുക. നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇത് വളരെ ഉപകാരപ്പെടും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ എക്സ്ട്രാ നമ്മൾ ബോക്സ് വാങ്ങില്ലേ, അതേപോലെ TV ആപ്ലിക്കേഷനൊക്കെ ബോക്സ് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ എല്ലായിടത്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഒരു എന്താണ് വൈഫൈ വെച്ചിട്ട് തന്നെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേറെ TV കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് ചെയ്യാനും പറ്റും. നല്ല ക്ലാരിറ്റിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. റൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയി വരുന്ന ടൈമിലുണ്ടല്ലോ, നമ്മൾ F12 എന്നുള്ള ആ കീബോർഡിലുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 2-3 പ്രാവശ്യം അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ബൂട്ടായി വരുന്നത് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതിൽ അത് റെക്കോർഡല്ല, ഞാൻ ജസ്റ്റ് F12 അടിക്കുകയാണ് റീസ്റ്റാർട്ടായി വരുമ്പോൾ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടൈമിൽ F12 അടിച്ചുകൊണ്ടിരിക്കുക. F12 അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വേറൊരു മെനു വരും. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു USB എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, 3ാമത്തെ ഓപ്ഷൻ. അതിലേക്ക് നമ്മൾ താഴോട്ട് ഇങ്ങനെ ആക്കി കൊടുത്ത് ആരോ മാർക്ക്, കീബോർഡിൽ ആരോ മാർക്ക് വെച്ചിട്ട് എന്നിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് TV എന്നൊക്കെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് മുകളിൽ തന്നെ സെലക്ട് ചെയ്യുക, ജസ്റ്റ് എൻ്റർ കൊടുക്കുക. അപ്പോൾ പ്രോസസ്സിങ് ഉണ്ടാകും അവിടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ അത് ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്. കണ്ടോ? ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ട് നമ്മൾ ഗൂഗിളിൻ്റെ ഒരു പുതിയൊരു ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതേ ഒരു സിറ്റുവേഷനിലേക്ക് അത് ഇൻ്റർഫേസിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ പോലെ ഫോൺ ഓണാക്കുന്ന പോലെ തന്നെ നെക്സ്റ്റ് അടിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ കണ്ടോ അതേ സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ടല്ലേ. അതേ ഇൻ്റർഫേസാണ്, സെയിം ഇൻ്റർഫേസ്. നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഒരു പുതിയ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതേ ഇൻ്റർഫേസൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക.
വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ കണക്ട് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് എടുക്കുക. അപ്പോൾ എൻ്റെ ഓൾറെഡി വൈഫൈ ഉണ്ടായതുകൊണ്ട് ഞാൻ വൈഫൈയിൽ എൻ്റെ മുകളിലത്തെ ഭാഗത്ത് തന്നെ കറക്റ്റ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇൻ്റർനെറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഓൾറെഡി വൈഫൈ ഉണ്ടായതുകൊണ്ട് ഞാൻ മുകൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു, കണക്ട് ടു വൈഫൈ. ഇത് എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണക്റ്റഡ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ആൻഡ്രോയിഡ് TV ആണ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആൻഡ്രോയിഡ് TV ആണ് വേണ്ടത്. ആൻഡ്രോയിഡ് TVയിലേക്കുള്ളത്. പിന്നെ കിഡ്സൊക്കെ ഉണ്ട് കേട്ടോ. കിഡ്സിലൊക്കെ ആണ് സെലക്ട് ചെയ്താൽ അതിൽ വലിയ പരസ്യങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് വേണ്ടത് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് TVയിലേക്ക് സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുകയാണ്. എൻ്റർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടോ, ഇപ്പോൾ നമ്മൾ ഒരു ആപ്പ് സ്റ്റോർ, ഗൂഗിൾ പ്ലേ സ്റ്റോർ എല്ലാം എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ യൂട്യൂബ് എല്ലാം ഇവിടുന്ന് കിട്ടും. നല്ല സ്പീഡിൽ കളി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ, ആപ്ലിക്കേഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ക്രിക്കറ്റൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ലൈവ് ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അത് പോയിട്ട് നിങ്ങൾ ഗൂഗിൾ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. എന്നിട്ട് സാധാ പോലെ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. സിമ്പിൾ പരിപാടിയാണ്. നമുക്കിവിടെ യൂട്യൂബിൽ വരുന്ന ഓരോ ലേറ്റസ്റ്റ് ന്യൂസുകളും കാര്യങ്ങളും വീഡിയോസുകളും എല്ലാം ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ട് നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ഒരു TV ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു OS വെർഷൻ അതാണ്. യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെ ബൈ ബൈ.